വിമർശനങ്ങളുടെ കൂരമ്പുകളെ കാൽക്കരുത്തുകൊണ്ട് നേരിട്ട് ലോകത്തെ സാക്ഷിയാക്കി ഒരു സംഘം വീണ്ടും ചരിത്രത്തിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഫിഫയുടെ ഫേവറേറ്റുകളൊന്നും മെസ്സിക്ക് വേണ്ടി എഴുതപ്പെട്ട തിരക്കഥയൊന്നും പരിഹസിച്ചവർക്ക് മുന്നിൽ ലയണൽ സ്കലോനി എന്ന തന്ത്രത്തിൻ്റെ കീഴിൽ അർജന്റീന പൊരുതിക്കയറിയത് പ്രതിഭ കൊണ്ട് മാത്രമായിരുന്നില്ല, കനലായ വീരം കൊണ്ടുകൂടിയായിരുന്നു. കളത്തിലെ 11 എതിരാളികളോട് മാത്രമല്ല, കളത്തിന് പുറത്തെ സംശയങ്ങളോടും നിന്നാശ്രമങ്ങളോടും അവർക്കൊരുപോലെ മത്സരത്തിൽ യുദ്ധം ചെയ്യേണ്ടി വന്നു. തോൽവികളിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട് പ്രതിസന്ധികളെല്ലാം തുടച്ചു നീക്കി അവർ വീണ്ടും ലോകകപ്പിൻ്റെ ഫൈനലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ നീലയും വെള്ളയും ജേഴ്സിക്കാരുടെ ഏറ്റവും വലിയ കരുത്ത് ലയണൽ മെസ്സി എന്ന ഒരൊറ്റ മനുഷ്യനാണ്. ആ പേര് നൽകുന്ന വൈകാരികമായ ഊർജ്ജമാണ് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മാന്ത്രികൻ്റെ അവസാന ലോകകപ്പ് സ്വപ്നം കൂടിയാണ് ഈ സംഘത്തെ ഭൂമിയിലെ ഏറ്റവും അപകടകാരികളായ പോരാളികളാക്കി മാറ്റുന്നത്. ഇന്ന് രാത്രി സ്പെയിനുമായുള്ള കലാശ പോരാട്ടത്തിന് ഫുട്ബോൾ ലോകം കാത്തിരിക്കുമ്പോൾ കനൽപാതകൾ താണ്ടിയെത്തിയ അർജന്റീനയെ കാത്തിരിക്കുന്നത് സമാനങ്ങളില്ലാത്ത ചരിത്ര നേട്ടങ്ങൾ കൂടിയാകും. ഈ ഫൈനൽ വിജയിച്ചു കഴിഞ്ഞാൽ അർജന്റീന തങ്ങളുടെ കരിയറിലെ 4ാമത്തെ ലോക കിരീടം സ്വന്തമാക്കും. അതോടൊപ്പം ഈ ടൂർണമെൻറ്റിലെ മികച്ച കളിക്കാനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരവും ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോളർക്കുള്ള ഫിഫ ദ ബെസ്റ്റ് ബലോൺ ഡോർ കിരീടങ്ങളും ഒരിക്കൽ കൂടി അത്ഭുത പ്രതിഭയെ തേടിയെത്തും. തങ്ങളെ തളർത്താൻ നോക്കിയവരുടെ നാവടക്കാനും താൻ തന്നെയാണ് ഈ ഫുട്ബോൾ ചരിത്രത്തിലെ അനിഷേധനായ രാജാവെന്ന് ലോകത്തെ കൊണ്ട് വീണ്ടും സമ്മതിപ്പിക്കാനും മെസ്സിക്കിനി ഒരു 90 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. ഈ ലോകത്ത് മെസ്സിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ചിലതുണ്ട്. ഫുട്ബോൾ കളിക്കാൻ വേണ്ടി മാത്രം ജനിച്ച് വീണവനെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അയാൾ മൈതാനത്ത് പന്തുകൊണ്ട് അനേകായിരം കളങ്ങൾ വരയ്ക്കും. അതിലൂടെ അനായാസം വെട്ടിയും തെറ്റിയും അയാൾ കുതിച്ചും കയറും, ഒറ്റ ലക്ഷ്യത്തിലേക്ക് മാത്രം, ഗോൾ, അല്ലെങ്കിൽ ഗോളിനേക്കാൾ സുന്ദരമായൊരു അസിസ്റ്റ്. അതുകൊണ്ട് തന്നെ ഈ അവസാന കാർണിവലിലേക്ക് അയാൾ മാറ്റിവെച്ചിരിക്കുന്ന ഒടുക്കത്തെ ബ്രഹ്മാണ്ഡ ഇടങ്കാൽ താണ്ഡവം കാണുവാൻ ലോകം മുഴുവൻ ആവേശത്തിൻ്റെ പരകോടിയിലെ ആ ഫൈനൽ ചൂടിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ്. ചരിത്രം വീണ്ടും ആ നീല വെളിച്ചത്തിൽ എഴുതപ്പെടുമോ? റൊസാരിയോയുടെ തെരുവുകളിൽ ഒരിക്കൽ കൂടി നീലമഴ പെയ്ത് നനഞ്ഞിറങ്ങുമോ എന്ന് നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. അതെ, റൊസാരിയോയുടെ പുത്രൻ അമേരിക്കയിൽ ഒരിക്കൽ കൂടി മിശിഹയെ പുനർജനിക്കും.